Hello everyone, welcome back to Silent Learning. It's me, Jamshad. Definitely, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് word to use and how to use don't, doesn't. പലപ്പോഴും പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രണ്ട് സംഭവങ്ങളാണ് ഡോണ്ടും ഡസിന്റും. ഇത് എവിടെ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഈ ഒറ്റ വീഡിയോയിൽ നിങ്ങൾ കംപ്ലീറ്റ് സെറ്റ് ആയിരിക്കും. ഇതിന് ശേഷം നിങ്ങൾ ഉറപ്പായിട്ടും ഒരിക്കലും നിങ്ങൾ തെറ്റിക്കാൻ പോകുന്നില്ല. നോക്കിക്കോളൂ എങ്ങനെ യൂസ് ചെയ്യും. ആക്ച്വലി doesn't know എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ doesn't എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഡസ് നോട്ട് തന്നെയാണ്. ഇതിന്റെ എക്സ്പാൻഷൻ ആണ് നമ്മളിവിടെ കാണുന്നത്. ഡസൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡസ് നോട്ട് എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കില്ല. ആക്ച്വലി ഇത് എവിടെയാ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. 2-3 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഡസൻറ്റ് ഹീന്റെ കൂടെ വരുന്നുണ്ട്, ഡസൻറ്റ് ഷീന്റെ കൂടെ വരുന്നുണ്ട്, ഡസൻറ്റ് ഇറ്റിന്റെ കൂടെ വരുന്നുണ്ട്. എക്സാമ്പിൾ, ഹി ഡസൻറ്റ് സ്പീക്ക് ഫ്രഞ്ച്, അവൻ ഫ്രഞ്ച് സംസാരിക്കുന്നില്ല. ഷീ ഡസൻറ്റ് ലൈക്ക് ചോക്ലേറ്റ്, അവക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ല. ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ്, അതൊരു സെൻസ് ഇല്ലാത്ത കാര്യമാണ്. യെസ്, ഇവിടെയൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഹി ഷീ ഇറ്റ്. കണ്ടോ, കോമൺ ആയിട്ടുള്ള സംഭവം മനസ്സിലായോ? ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. വെൻ യൂസിങ് ദ നെയിം ഓഫ് ദ ജസ്റ്റ് വൺ പേഴ്സൺ, ഒരു വ്യക്തി മാത്രം ഉണ്ടാകുന്ന സമയത്ത്. എക്സാമ്പിൾ കണ്ടോ, നമ്മുടെ ദാമു ഡസൻറ്റ് ലൈക്ക് റീഡിങ്, ദാമുവിന് വായിക്കാൻ ഇഷ്ടമില്ല. അതൊരാളല്ലേ, ഒരു വ്യക്തി മാത്രമാകുമ്പോഴും നമ്മൾ എന്ത് യൂസ് ചെയ്യും? എന്ത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ? ഡസൻറ്റ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, ഡസ് നോട്ട് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. കണ്ടോ, ഇവിടെയും കോമൺ അതല്ലേ. സിംഗുലർ ആയിട്ട് വരുന്നതിന് കൂടെ മാത്രം നമ്മൾ ഡസ് നോട്ട് യൂസ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഡു നോട്ട് എവിടെയാണ്, ഡോണ്ട് എവിടെയാണ് എന്നുള്ളതൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. നോക്കാം. കണ്ടോ, ഇതിവിടെ കുറച്ച് എക്സാമ്പിൾസ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഷീ ഡസൻറ്റ് ഹാവ് എനി മണി, ഇറ്റ് ഡസൻറ്റ് സ്നോ മച്ച് ഹിയർ, ക്ലെയർ ഡസൻറ്റ് വാണ്ട് ടു പ്ലേ. ഇതൊക്കെ ഒരാളാണ്. ഷീ എന്ന് പറഞ്ഞ ഒരാളാണ്, ഇറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവാണ്, ക്ലെയർ എന്ന് പറഞ്ഞ ഒരാളുടെ പേരാണ്. യെസ്, ഇതൊക്കെ സിംഗുലർ ആണ് ഗൈസ്, സിംഗുലർ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡോണ്ടിനെ പറ്റിയാണ്. ഡെഫിനറ്റ്ലി ഇതിന്റെ ലാസ്റ്റ് ഒരു ആക്ടിവിറ്റി ഉണ്ടാവും. ആക്ച്വലി നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു കമന്റ് ബോക്സിൽ ഇടാനുള്ള ഒരു സംഭവം ഉണ്ട്. അത് നിങ്ങൾക്ക് ആക്ച്വലി കിട്ടുകയാണെങ്കിൽ, കമന്റ് ബോക്സിൽ നിങ്ങൾ സെറ്റ് ആക്കുകയാണെങ്കിൽ നിങ്ങളത് സെറ്റ് ആയി മനസ്സിലാകും. അപ്പൊ ഡോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഡോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡു നോട്ട്. അതിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഡു നോട്ട് ആണ്. ഡോണ്ട് മീൻസ് ഡു നോട്ട്. അതെവിടെ വരെ കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഇവിടെ കണ്ടോ, ആക്ച്വലി വി ഡോണ്ട് വാണ്ട് ടു കം വിത്ത് യു. അപ്പൊ തന്നെ മനസ്സിലാകും. മോർ ദാൻ വൺ പേഴ്സൺ ആണെങ്കിൽ, അല്ലെങ്കിൽ തിങ്, വസ്തു ആണെങ്കിൽ, ഒന്നിലധികം പേഴ്സൺ അല്ലെങ്കിൽ ഒന്നിലധികം വസ്തു ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് ഡോണ്ട് എന്ന് യൂസ് ചെയ്യുന്നുണ്ട്. യെസ്, വി ഡോണ്ട് വാണ്ട് ടു കം വിത്ത് യു. നമ്മൾക്ക്, വി എന്ന് പറഞ്ഞാൽ നമ്മളാണല്ലോ. ഒന്നിലധികം ആളുണ്ടല്ലോ, ഒന്നിലധികം ആളുണ്ട്, അല്ലെങ്കിൽ ഒന്നിലധികം വസ്തുക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? ഡോണ്ട്. ഇപ്പൊ മനസ്സിലായോ? ഡോണ്ടും അതുപോലെ തന്നെ ഡസ് നോട്ടും ഇനി മാറിപ്പോകുമോ? ഇല്ലല്ലോ, സെറ്റ് ആണല്ലോ. യെസ്, കണ്ടോ, ഇവിടെ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. യുവിന്റെയും ഐന്റെയും കൂടെ എന്താണ് യൂസ് ചെയ്യുക? ഡോണ്ട് മാത്രമാണ് യൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്തെയും പഠിച്ചത്? സിംഗുലറിന്റെ കൂടെ മാത്രം ഡസ് നോട്ട് ആക്ച്വലി സിംഗുലറിന്റെ കൂടെ മാത്രമേ വരികയുള്ളൂ എന്ന് പഠിച്ചിരുന്നു. അപ്പോൾ പ്ലൂരലിന്റെ കൂടെ എപ്പോഴും ഡോണ്ട് മാത്രമേ വരുന്നു എന്ന് പഠിച്ചിരുന്നു. ആക്ച്വലി ഇവിടെ യു ഐ എന്ന് പറയുന്നത് സിംഗുലർ അല്ലേ എന്നുള്ളൊരു ഡൗട്ട് നമുക്കുണ്ടാകും. ആ ഡൗട്ട് അവിടെ മാറ്റി വെക്കണം. കാരണം എപ്പോഴും യു ആൻഡ് ഐ എന്നുള്ളത് എപ്പോഴും എന്തായിരിക്കും? ഇവിടെ ഡോണ്ട് ആയിരിക്കും അതിൻ്റെ കൂടെ വരുന്നുണ്ടാവുക. സിംഗുലർ ആയിട്ടല്ല പരിഗണിക്കുക, അത് പ്ലൂരൽ ആയിട്ടാണ്. അതിനൊരു ട്രിക്ക് ഉണ്ട്, നിങ്ങൾക്കറിയോന്നറിയില്ല. ഐ, യു, ദേ, വി, ഇത്രയും വാക്കുകളാണ് പ്ലൂരൽ എന്ന് പറയുന്നത്. ഇത്രയും വാക്കുകളാണ്. യെസ്, മറന്നു പോവാതിരിക്കാൻ വേണ്ടി ഇത് ഒന്ന് സ്പീഡിൽ വായിച്ചേ. ഐ, യു, ദേവി. അയ്യോ ദേവി എന്ന് ആലോചിച്ചാൽ മതി. ഇതെല്ലാം പ്ലൂറലാണ്. അയ്യോ ദേവി എവിടെ വന്നു കഴിഞ്ഞാലും നമ്മൾ എന്ത് കരുതണം? അവിടെ ഡോണ്ട് ആണ് വരുന്നത്. ആക്ച്വലി ഇതൊക്കെ പ്ലൂറലാണ് എന്ന് മറക്കാതെ മൈൻഡിൽ ഓർമ്മ വേണം. സെറ്റ് ആണല്ലോ. അപ്പൊ യു ഐ യു ദേവി, അതുപോലെ തന്നെ രണ്ടിലധികം വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്താണ് വരിക? ഡോണ്ട് ആണ് വരിക. കുറച്ചുകൂടി എക്സാമ്പിൾസ് നോക്കാം. കണ്ടോ, സം റിവേഴ്സ്. കണ്ടോ, റിവേഴ്സ്, പുഴകൾ ഡോണ്ട് ഫ്ലോ ഫ്രീലി എനിമോ. അവിടെ റിവേഴ്സ് എന്ന് പറഞ്ഞത് കൊണ്ട് ഡസിന്റ് അല്ല വന്നത്, ഡോണ്ട് ആണ് വന്നുള്ളത്. യു നമ്മൾ പഠിച്ചു, ഐയും ഡിയും ഒക്കെ എന്തായിരിക്കും? അതൊക്കെ പ്ലൂറൽ ആയിട്ടായിരിക്കും പരിഗണിക്കുക. യു ഡോണ്ട് ഹാവ് ടു പ്രിറ്റൻഡ് യു ലൈക്ക് ഇറ്റ്. നിനക്ക് അറിയുന്നത് പോലെ നീ എന്താക്കണ്ട, നടിക്കൊന്നും വേണ്ട. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു ദ പാർട്ടി. എനിക്ക് പാർട്ടിക്ക് പോകണമെന്നില്ല. അവിടെ ഐ ആണ്, സിംഗുലർ അല്ലേ, ഡസ് അല്ലേ എന്നൊക്കെ തോന്നും. പക്ഷേ നമ്മുടെ ഐ, യു, ദേവി എന്നുള്ള കോൺസെപ്റ്റ് മറന്നു പോരുത്. അത് ഓൾവേസ് പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സെറ്റ് ആണല്ലോ. യെസ്, ഇനിയും കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർക്ക് ഒരു ഐഡിയ ഉണ്ട്. ഇനിയും കൺഫ്യൂഷൻ ആണെന്ന് മനസ്സിലായാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഡസിൻറ്റ് അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഡോണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ലോങ് ഫോമിലേക്ക് മാറ്റി വെക്കുക. ഡസ് നോട്ട് അല്ലെങ്കിൽ ഡു നോട്ട് എന്ന് എഴുതി മാറ്റുക. പിന്നീട് നമുക്ക് മനസ്സിലാകും സിമ്പിൾ പ്രസൻറ്റിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, സിംഗുലർ ആണെങ്കിൽ എസ് ചേർക്കും, പ്ലൂറൽ ആണെങ്കിൽ എസ് ഒഴിവാക്കും. യെസ് ഡസ് നോട്ട്. ഇനി ഇങ്ങനെ ഡസിൻ്റെ മാത്രം കാണുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഡസ് നോട്ടിലേക്കും അതുപോലെ തന്നെ ഡു നോട്ടിലേക്കും എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. ഒരു കാര്യം ചെയ്താലോ, ഒരു എക്സാമ്പിൾ നോക്കാം. ഇത് കണ്ട് ഇതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സോഫി ഡോണ്ട് ലൈക്ക് മിൽക്ക് എന്നൊരു എക്സാമ്പിൾ കൊടുത്തു. ഇതിലെന്താ പ്രശ്നം? അതൊരു പ്രശ്നം പെട്ടെന്ന് കണ്ടെത്തുന്നില്ല. അപ്പോൾ നമ്മൾ എന്താക്കുന്നു, കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യുന്നു. സോഫി ഡു നോട്ട് ലൈക്ക് മിൽക്ക്. ഇവിടെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. എന്താണെന്ന് വെച്ചാൽ സോഫി എന്നുള്ളത് സിംഗുലർ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഒരാളല്ലേ ഉള്ളൂ. യെസ്, സിംഗുലറിൻ്റെ കൂടെ എന്ത് വരും? യെസ്, എസ് വരാറുണ്ട്. ഡസിൻ്റെ എന്നാണ് വരുന്നത്. അപ്പോൾ എവിടെയും ഡസ് കാണുന്നില്ലല്ലോ. അപ്പോൾ ഇതെന്താണ് മക്കളെ? യെസ്, ഇത് ആക്ച്വലി റോങ് ഗൈസ്. ഇത് റോങ് ആണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഫോം എന്താണ്? അതിൻ്റെ കറക്റ്റ് ഫോം എന്ന് പറയുന്നത് ഇതാണ്. സോഫി ഡസൻറ്റ് ലൈക്ക് മിൽക്ക്. സോഫി ഡസ് നോട്ട് ലൈക്ക് മിൽക്ക്. ഇപ്പോൾ സെറ്റാണോ? സെറ്റായോ എന്നറിയാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ തരുന്നുണ്ട്. ഇവിടെ കോൾഡ് കോഫി കണ്ടോ? ദേ ഡോണ്ട് ലൈക്ക് കോൾഡ് കോഫി എന്നാണോ? ദേ ഡസൻറ്റ് ലൈക്ക് കോൾഡ് കോഫി എന്നാണോ? പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ആൻസർ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് അടിക്കുക. അതുപോലെ ഇതുപോലെ ധാരാളം വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. ലൈവ് സെഷനും കാര്യങ്ങളുടെയൊക്കെ നോട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രീ നോട്ട്സിന് വേണ്ടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചുള്ള വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. താങ്ക് യു. ഇറ്റ്സ് മീ ജംഷാദ്, യോ JD. Let's see in another video with another session. Until then, it's a bye. Thank you.